അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് സയ്യിദ് ഇബ്നു ജോർജ്. ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു പ്രോഗ്രാം കണ്ടിരുന്നു, മീഡിയ വൺ ചാനലില്. അതിൽ മുസ്ലിമായി ജനിച്ച പലരും ഖുറാനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അവർ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് നിങ്ങൾക്ക് ആർക്കും എന്നും സ്വീകരിക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാമിനെ പുച്ഛമായിട്ട് കാണുന്നവരും ഇസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരും ഖുറാനെ അംഗീകരിക്കാത്തവരും ഖുറാനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാത്തവരും ഇസ്ലാം തന്നെ ഒരു താഴെക്കിട എന്നുള്ള ധാരണയുള്ളവരും മറ്റുള്ളവരുടെ ജീവിതശൈലി പിന്തുടരുന്നവരും എല്ലാം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ യാക്കോബ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു വ്യക്തിയാണ്. ഒരു സന്ദർഭത്തിൽ എനിക്ക് ആ ക്രിസ്തുമതം ശരിയല്ല എന്നും ആ ക്രിസ്തുമത ശൈലി ശരിയല്ല എന്നും അതെനിക്ക് ഇഷ്ടമല്ല എന്നും എനിക്ക് കൃത്യമായ ബോധ്യമായി. അന്ന് എന്റെ പേര് ഞാൻ സയ്യിദ് എന്നാക്കി. ജോർജ് എന്റെ ഫാദറാണ്, അങ്ങനെ സയ്യിദ് ഇബ്നു ജോർജ്, ജോർജിന്റെ മകൻ സയ്യിദ്. കാരണം ഇസ്ലാം സ്വീകരിച്ചെന്ന് വിചാരിച്ച എന്റെ ഫാദറിനെ മാറ്റാൻ പറ്റില്ല. ഫാദർ തന്നെ. ഞാൻ ഇപ്പോൾ സയ്യിദ് ഇബ്നു ജോർജ് എന്ന രീതിയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ സയ്യിദ് എന്നാണ് വിളിക്കുന്നത്. അത് 100% ഒരു മുസ്ലിം പേരാണ്. മറ്റുള്ളവരുടെ ജീവിതശൈലി ചേർന്ന് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ഏത് ആൾക്കാരുടെ ജീവിതശൈലിയാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ അവരുടെ പേരും കൂടെ ഇടാൻ ധൈര്യപ്പെടണം. തോമസ് എന്നോ മാണിന്നോ അല്ലെങ്കിൽ ചാണ്ടിന്നോ അല്ലെങ്കിൽ കുമാർന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുകളും അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കാറ്റഗറി ആൾക്കാരുടെ പേരുകൾ നിങ്ങളുടെ കൂടെ മാറാൻ നിങ്ങൾ ധൈര്യപ്പെടണം. അതാണ് സത്യസന്ധത. നമുക്ക് 2 ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഒരു മുസ്ലിം പേരും അമുസ്ലിം കൾച്ചറും, ഒരു മുസ്ലിം പേരും ഇസ്ലാമിനെ നീചമായി കാണുന്നതിന്റെ ഹൃദയവും? നിങ്ങൾ അതിന് ധൈര്യം കാട്ടണം. നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗ്രൂപ്പുകളുടെ പേരിൽ ആ ആളുകളുടെ പേരുകൾ നിങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടണം. കാരണം നമ്മൾ ഒരു ഫേക്ക് ഐഡന്റിറ്റി കൊടുക്കുന്നത് തെറ്റാണ്. കാരണം നിങ്ങളെ പോലെയുള്ള ഇസ്ലാം മതത്തിന്റെ പേര് വെച്ചിട്ട് നാമധാരികളായ മുസ്ലിങ്ങൾ ഇസ്ലാമിന് അപമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന അമുസ്ലിങ്ങൾ പോലും നിങ്ങളെ കണ്ടാൽ അവർ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇസ്ലാമിന് വെറുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇതിന് ഈ പറഞ്ഞ കാര്യത്തിന് മുന്നോട്ട് വന്ന് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇല്ല, നിങ്ങൾക്കതിന് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാൻ ധൈര്യമുണ്ട്, ഇസ്ലാം തെറ്റാണ്, ഖുർആൻ തെറ്റാണ്, മുഹമ്മദ് നബി തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് മുഹമ്മദ് ജീവിതം ഇഷ്ടമല്ല എന്ന് പറയാൻ ധൈര്യം ഇല്ല എങ്കിൽ ഷഹാദത്ത് ചെന്നിട്ട്
ഷഹാദ ഒരു വട്ടം കൂടി ചൊല്ലെടുത്ത് ഇസ്ലാമിലോട്ട് തിരിച്ചു വരിക. അതായിരിക്കും നിങ്ങളുടെ പരലോകത്തിന് ഉത്തമം. അള്ളാഹു നിങ്ങളെ സത്യമതത്തിൽ നിങ്ങളെ കാണിക്കട്ടെ. ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാരുടെ, മുസ്ലിം വിഭാഗത്തെ ആൾക്കാരുടെ ആചാരങ്ങൾ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇസ്ലാമിനെ വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം മരിച്ചവരോട് ചോദിക്കുന്നതും മരിച്ചവരുടെ സഹായം തേടുന്ന ഒന്നല്ല ഇസ്ലാം. ഖബർ പൂജയും ഖബർ ആരാധനയും അതുപോലെയുള്ള അനാചാരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വെറുക്കരുത്. ഇസ്ലാം ക്രിസ്തു മതത്തെക്കാളും ഉന്നതമായ മതമാണ്. കാരണം ക്രിസ്തു പറഞ്ഞ മതം ഇസ്ലാമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ അത് വേറൊരു ഡയറക്ഷനിൽ കൊണ്ടുപോയെന്നുള്ളൂ. ക്രിസ്തു പറഞ്ഞത് എന്റെ യഹോവയായ ദൈവത്തെ ആരാധിക്കാനാണ് പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞത് നമ്മുടെ ദൈവം ഏകനാണെന്നാണ് പറഞ്ഞത്. ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല, യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാരോ യേശുവിന്റെ അനുയായികളോ ഒന്നും യേശുവിനെ ആരാധിച്ചില്ല. അതുപോലെ രാമനോ കൃഷ്ണനോ ആരും തന്നെ അവരെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരാധന ഏകനായ അള്ളാഹുവിന് മാത്രം. ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് അത് തീരുമാനമെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോക വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ്. നിങ്ങളെ പോലെയുള്ളവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിനെ വെറുക്കാൻ ഇടയാകരുത്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ എല്ലാ രീതിയിലുള്ള അനാചാരങ്ങളും അതിക്രമങ്ങളും തീവ്രവാദം എല്ലാം ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാം അതിയായിട്ടൊരു ബന്ധമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എബ്രഹാം പ്രവാചകന്റെ മതമാണ്. ഇസ്ലാം മോശയുടെ മതമാണ്. ഇസ്ലാം ഈസാ നബിയുടെ യേശുവിന്റെ മതമാണ്. ഇസ്ലാം മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മതമാണ്. ഈ മതത്തിൽ സംശയത്തിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഇതൊരു പുതിയ മതമല്ല. ജസാക്കല്ലാഹ്.